എന്തുകൊണ്ടാണ് ആ MLA സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടാതിരുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് പറയാം. ഇനി അതിൽ ചർച്ചയില്ല, ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഇനി അതിലൊരു ചർച്ചയില്ല. അതിന്റെ വിധി പുറത്തു വരട്ടെ. കഴമ്പൂല്ല എന്നൊന്നും കോടതി പറഞ്ഞിട്ടില്ല. കഴമ്പൂല്ല. ഇപ്പോ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനിൽ ഹൈക്കോടതി തുടർച്ചയായിട്ട് ഒരു കേസ് എന്റർടൈൻ ചെയ്യുന്നില്ല, ഒരു കേസും പരിശോധിക്കുന്നില്ല. അത് കോടതിയുടെ പുതിയ ഇതാണ്. അതുകൊണ്ട് ഇത് ഇല്ലാതാവില്ലല്ലോ. നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്ക് ക്യാമറയുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്. അല്ലല്ല, അത് വിധി വന്നിട്ടില്ലല്ലോ, പുറത്തു വന്നിട്ടില്ലല്ലോ, പരാമർശം മാത്രമേ വന്നിട്ടുള്ളൂ. നോക്കട്ടെ, വിധി പരിശോധിക്കട്ടെ, വിധി പരിശോധിച്ചിട്ട് പറയാം. അതുകൊണ്ട് അത് ഇല്ലാതാവുന്നില്ലല്ലോ. എല്ലാവർക്കും അറിയാവുന്ന കേസല്ലേ. ഇഷ്ടമുള്ള കമ്പനിക്ക് കൊടുത്ത് ഇഷ്ടക്കാരെ വെച്ച് അത് നടത്തിയല്ലേ, എല്ലാവർക്കും അറിയാം. അതെങ്ങനെയാണ് തള്ളി? അത് വരട്ടെ, വിശദാംശങ്ങൾ വരട്ടെ, വിശദാംശങ്ങൾ വരട്ടെ. നിങ്ങളെത്തിരെ എത്ര തുള്ളുന്നത്? വിശദാംശങ്ങൾ വരട്ടെ. ഞാൻ മുഖ്യമന്ത്രിയെ പോലെ ഒളിച്ചോടുന്ന ആളല്ലല്ലോ. ഇപ്പൊ തന്നെ എത്ര ചോദ്യത്തിനായി മറുപടി പറയണം. ഇന്ന് അദ്ദേഹം എത്ര ചോദ്യത്തിന് രാവിലെ മറുപടി പറഞ്ഞു? അല്ല പറഞ്ഞല്ലോ, ഒരു പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാകണ്ടേ. ഞാൻ പറഞ്ഞു, പിന്നെ അദ്ദേഹം പറഞ്ഞു ഞാൻ പ്രകോപിതനായത്. ഞാൻ എന്താണ് പ്രകോപിതനായത്? ഞാനെന്താ പ്രകോപിതനായത്? ഏത് തരത്തിലെ ഇതൊക്കെ പറയാൻ ആരാണ് ഈ പറയുന്നത്? മാധ്യമങ്ങളോട് ഞാൻ പ്രകോപിതനായ, നിങ്ങളോട് ആരുടെയും ഞാൻ ദേഷ്യപ്പെട്ട? നിങ്ങൾ ഒരേ ചോദ്യം 3 പ്രാവശ്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നീ ചോദിക്കല്ലെന്ന് പറഞ്ഞു. ഒരേ ചോദ്യമാണെന്ന് പറഞ്ഞു. നിങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ വല്ലതും പറഞ്ഞോ? ഞാൻ എല്ലാത്തിനും മറുപടി പറയല്ലേ, എല്ലാത്തിനും മറുപടി പറയല്ലേ. എന്നിട്ട് എനിക്ക് ഉപദേശം, പ്രകോപിതനാവല്ലേ. നിങ്ങൾ ആരെങ്കിലും കയറിയൊരു ശക്തമായ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടാറില്ലേ ഉള്ളിലെ? എന്നിട്ട് എനിക്ക് ഉപദേശിക്കുക, എന്നെ ഉപദേശിക്കുക. ഞാൻ നിങ്ങളോട് ആരോടും ദേഷ്യപ്പെടാറില്ലല്ലോ. അല്ല, ഞങ്ങളത് ക്ലോസ് ചെയ്തല്ലോ. ഞങ്ങൾ പാർട്ടി ക്ലോസ് ചെയ്തു. ഞങ്ങൾ അതിനെക്കുറിച്ചുള്ള മുഴുവൻ വിശദീകരണവും ഞങ്ങൾ നൽകി. പിന്നെ വേറെ ആരെങ്കിലും ഒരു അജണ്ട സെറ്റ് ചെയ്തിട്ട് അതിന്റെ പുറകെ പോവാ. നിങ്ങൾ CPM-നോടല്ലേ ചോദിക്കേണ്ടത്. അവരിത് ചെയ്തില്ലേ, നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കണ്ടേ? എന്ത് ചെയ്തെന്ന് ചോദിക്കണ്ടേ? അവരൊക്കെ അതാത് സ്ഥാനങ്ങളിൽ, സുപ്രധാനമായ സ്ഥാനങ്ങളിൽ, താക്കോൽ സ്ഥാനങ്ങളിൽ ഇരിക്കുകയാണ്. താക്കോൽ സ്ഥാനങ്ങളിൽ ഇരിക്കട്ടെ. അതൊക്കെ യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ കമ്മിറ്റി സംസ്ഥാന നേതൃത്വവുമായിട്ട് ആലോചിച്ചിട്ട് അത് വേണ്ട നടപടി സ്വീകരിക്കും. അതിനെന്താ കോടതി, ഞാൻ പറഞ്ഞില്ലേ, കോടതി പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനെ ഇപ്പൊ പരിഗണിക്കുന്നില്ല. പണ്ട് ഹൈക്കോടതി ഗൗരവമായി പരിഗണിക്കുകയായിരുന്നു. ഇപ്പോഴത്തെ ഹൈക്കോടതിയുടെ ആറ്റിറ്റ്യൂഡ് അതാണ്. മനസ്സിലായി? അവരത് പരിഗണിക്കുന്നില്ല. അവരത് വേറെ ബോഡിയിൽ പോകണമെന്നുള്ള ലൈനിലാണ് പോകുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാത്രമല്ല, ഇതുപോലത്തെ ഒരു കേസ് കൊടുത്തിട്ട് എത്ര നാളാണ് അത് പെൻഡിങ് ഇടുന്നത്? ഒരു താല്പര്യമില്ല കോടതിക്ക്, താല്പര്യമില്ല അത് പരിശോധിക്കാൻ. ഒരു താല്പര്യമില്ല കോടതിക്ക്. അല്ല, അതൊക്കെ നോക്കിയാൽ മതി. നല്ല ഫയലാണത്, അത് നോക്കിയാൽ മതി. വായിച്ചാണല്ല, അതായിരിക്കും അങ്ങനെ പറഞ്ഞത്. അത് നല്ല തെളിവുകളാണ്. എല്ലാ എവിഡൻസും കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഓരോ കോടതിയുടെ പ്രശ്നമല്ലേ, ഒന്നും അവസാന വാക്കല്ലല്ലോ. വായിച്ചു നോക്കി കാണത്തില്ല മുഴുവൻ. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? വേറെ എന്തെങ്കിലും ഉണ്ടോ?